ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്നലെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു 80 പോയിന്റ്. അതിനുശേഷം ആ ഒരു ഗ്യാപ്പ് അപ്പ് നിലനിർത്താനായിട്ട് നിഫ്റ്റിക്ക് പറ്റിയിരുന്നില്ല. ഇന്നലെ ഫോൾ ആയിട്ടുള്ളത് ഫിനാൻഷ്യൽ കമ്പനീസ് ആയിരുന്നു. ഇന്ന് സമാനമായ രീതിയിൽ നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ആ ഒരു ഗെയിൻ നിഫ്റ്റിക്ക് നിലനിർത്താൻ പറ്റുകയും 24,650 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയും ബാങ്ക് നിഫ്റ്റി 450 പോയിന്റും സെൻസെക്സ് 300 പോയിന്റും ഇന്നലെ ഇടിഞ്ഞ അതേ കമ്പനീസ് തന്നെ, എസ്പെഷ്യലി റിലയൻസും മറ്റുള്ള ബാങ്കിങ് കമ്പനീസും കൂടാതെ തന്നെ ഇൻഷുറൻസ് മേഖലയിലുള്ള HDFC ലൈഫ് പോലെയുള്ള കമ്പനീസും ഗെയിൻ ചെയ്ത് നിഫ്റ്റി ഒരു 24,650 ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. ഇന്നലെ കാണാം, മൺഡേ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ഇടിഞ്ഞു. അവസാനം 30 പോയിന്റ് മാത്രമാണ് ഗെയിൻ ആയിട്ടുള്ളത്. ഇന്നും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് 10 മിനിറ്റിൽ മാർക്കറ്റ് ഫോളായി, എന്നാൽ അതിശക്തമായ രീതിയിൽ മാർക്കറ്റ് ഉയർന്ന് ഇപ്പോൾ 24,672 നിഫ്റ്റി ക്ലോസ് നടത്തിയിരിക്കുകയാണ്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും SBI ലൈഫ് ഇൻഷുറൻസ്, HDFC ലൈഫ്, ബജാജ് ഫിൻസർവ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ശ്രീറാം ഫിനാൻസ് 2 മുതൽ 5.5% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ ONGC, ഭാരത് എയർടെൽ, ആദാനി എന്റർപ്രൈസസ്, സിപ്ല, അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ കമ്പനീസാണ് 1% മുതൽ 1.5% വരെയുള്ള ഫോള് ഇന്ന് പ്രധാനമായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ കൂടാതെ IT ഇൻഡെക്സ് ഇപ്പോൾ റെക്കോർഡ് ഹൈ ആണുള്ളത്. കൂടാതെ തന്നെ TCSും ഗെയിൻ ചെയ്തിട്ടുണ്ട് 1%. മെക്കറി എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം TCSനെ അപ്ഗ്രേഡ് ചെയ്തു. ഓൾ കാർഗോ ലോജിസ്റ്റിക് അവിടെ ഹയസ്റ്റ് എവർ മന്ത്ലി കാർഗോ വോളിയം അവർ അച്ചീവ് ചെയ്ത ന്യൂസ് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓൾ കാർഗോയും ഇന്ന് 10% അപ്പർ സർക്യൂട്ട് പോയിട്ടുണ്ട്. ഷിപ്പിംഗ് ബിൽഡേഴ്സ്, എസ്പെഷ്യലി കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസഡോൺ ഷോക്ക് ബിൽഡേഴ്സിന് എല്ലാം തന്നെ ICICI സെക്യൂരിറ്റീസ് ഡൗൺഗ്രേഡ് ചെയ്ത കാരണം കൊണ്ട് ഇടിഞ്ഞു. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ന്യൂസാണത്. ഓല ഇലക്ട്രിക് IPOക്ക് ശേഷം ശക്തമായിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയ കമ്പനി ഇന്ന് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലാണുള്ളത്. യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് CPI ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു, റിയാക്ട് ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് യൂറോപ്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഇന്നലെ 2 ദിവസം തുടർച്ചയായിട്ട് യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്തിരുന്നു. ജെറോം പവല് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നുള്ള ഒരു കാര്യത്തിൽ 80% സെപ്റ്റംബറിൽ അവിടുത്തെ US ഫെഡറൽ റിസർവിൻ്റെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വരാനിരിക്കുന്നുണ്ട്. നാളെയാണ് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട് സെപ്റ്റംബറിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് കട്ട് ഉണ്ടാക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇനിയിപ്പോൾ മറ്റന്നാളാണ് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റാണ്. നമ്മുടെ ഗ്ലോബൽ കലണ്ടറിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള bismate.comലെ ട്രേഡ് ബഡി ടാബിൽ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ 60,000 വീണ്ടും ബ്രേക്കൗട്ട് നടത്തി മുകളിലേക്ക് പോകുകയാണ്. ബ്രന്റ് ഓയിൽ 77, ഗോൾഡും അതിശക്തമായ രീതിയിൽ $17 പെർ ഔൺസിന് ഉയർന്ന് ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് $2,521 പെർ ഔൺസ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ജപ്പാൻ മാർക്കറ്റ് കാണാം 739 പോയിന്റിന്റെ റാലി. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി ഒരു ഫ്ലാറ്റ് ആണ്. ഇന്ത്യ വിക്സ് ഇന്നും 3.75% ഫോൾ ഉണ്ടായി 13.7. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നെഗറ്റീവ് സെന്റിമെന്റ്സിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. 50,800 സ്പോട്ട് ഉള്ളത്. 51,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ടും 51,500 അടുത്ത റെസിസ്റ്റൻസ് സോണായിട്ടും നിൽക്കുമ്പോൾ 50,500 50,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഹിന്ദുസ്ഥാൻ സിങ്കായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ന്യൂസും ഒരുപാട് ന്യൂസുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും IPOയും മ്യൂച്വൽ ഫണ്ടും എല്ലാം തന്നെ ഈ ഒരു അപ്സ്റ്റോക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. വലിയ തോതിൽ ബ്രോക്കറേജ് കൊടുത്ത് നമ്മൾ ഇയർലി ഒക്കെ നോക്കുമ്പോൾ വളരെ വലിയ ബ്രോക്കറേജ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അപ്സ്റ്റോക്ക് ചെക്ക് ചെയ്യുക. സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് പോകാം. ആദ്യം ഹിന്ദുസ്ഥാൻ സിങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് 19 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 28 അവിടെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ഇന്നലെ കിറ്റക്സിൻ്റെ ന്യൂസ് നമ്മൾ വിട്ടുപോയി. കിറ്റക്സ് ഈ ഒരു ഇയറിൽ അവരുടെ ഓർഡർ ബുക്ക് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഫുള്ളായിട്ടുണ്ട്. മികച്ച ഓർഡർ കമ്പനി കൈവരിച്ചു എന്നുള്ളതായിരുന്നു കിറ്റക്സിൻ്റെ ന്യൂസ്. ഏഞ്ചൽ വണ്ണ് രാമഡോ അഗർവാൾ എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ഏഞ്ചൽ വണ്ണിനെ അപ്ഗ്രേഡ് ചെയ്തു. കഴിഞ്ഞ 4 സെക്ഷനിലായിട്ട് ഏഞ്ചൽ വൺ 25% ഗെയിൻ ഉണ്ടാക്കി. M&Mനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, സിറ്റി എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി M&Mനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. SUVയിൽ വളരെ വലിയ രീതിയിലുള്ള മത്സരങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം. മസഡോൺ ഡോക് ബിൽഡേഴ്സ് കാണാം, ICICI സെക്യൂരിറ്റീസ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ കമ്പനി
അവർ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പേ നമ്മൾ ഈ ഒരു ന്യൂസ് ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റോക്ക് 18% ഗെയിൻ രേഖപ്പെടുത്തി. കിംസ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കമ്പനി, ഇവിടെ ഒക്യുപ്പൻസി റേറ്റ്, ബെഡുകളുടെ ഒക്യുപ്പൻസി റേറ്റ് 50 മുതൽ 60% പെർ ഇയർ വരെ ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഗ്രാനുൽസ് ഇന്ത്യ കമ്പനി, ഇവരുടെ പുതിയ ഒരു മെഡിസിന് ANDAയുടെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ഗ്രാസിം കമ്പനി, അവരുടെ പെയിൻറ്റ് ബിസിനസ് 100 ബില്യൺ റുപ്പീസ് പെയിൻറ്റ് ബിസിനസ്സിൽ റവന്യൂ ഇവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമിസ് ഇൻഫ്ര കമ്പനി, തേജസ് നെറ്റ്വർക്കായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. കമ്പനി ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്റ്റിമസ് ഇൻഫ്ര. ആക്സസറീസ് കമ്പനീസിന് ഒരു ഓർഡർ കിട്ടി. ഹൈവേ പവറിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. മംഗളം ഡ്രഗ് കമ്പനി, ഇവരുടെ ഒരു പുതിയ മെഡിസിന്, ഈ ഒരു മെഡിസിന് WHO അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മലേറിയ അസുഖം ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഡ്രഗാണ് മംഗളം ഡ്രഗ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഇതിൻ്റെ അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. ഗ്രേവ്സ് കോട്ടൺ കമ്പനി, ഇവർ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. EV ഫിൻ കമ്പനിയായിട്ടാണ് ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ബസ്സുകളും കാറുകളും ബൈക്കുകളും നിർമ്മിക്കുന്ന കമ്പനിയാണ് ഗ്രേവ്സ് കോട്ടൺ. അപ്പോൾ ഇവരുടെ കസ്റ്റമേഴ്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് EV ഫിൻ കോർപ്പറേറ്റ് ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. കോഫോർജ് കമ്പനിക്ക് ഇവർക്ക് സെയിൽസ് ഫോഴ്സായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഹൈടെക് പൈപ്പ് കമ്പനി 155 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പോളി ക്യാബ് കമ്പനി, ഇവർ ഇലക്ട്രിഫിക്കേഷൻ പ്ലേസ് ആയിട്ടുള്ള UCB 40% സ്റ്റോക്ക് അപ്സൈഡ് പോകുമെന്ന് UCB എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം പറഞ്ഞിട്ടുണ്ട്. IPL വരുമ്പോൾ സർസ്വാതി സാരി ഇന്ന് 25% പ്രീമിയം, ഒരു ലിസ്റ്റിംഗ് ഗെയിൻ, ഡീസൻ്റ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. IPO ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകളുണ്ട്. ഡിവിഡൻ്റായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകളുണ്ട്. ഈ 2 വിഷയത്തെക്കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും പുതിയ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ടുകളുണ്ടാവും. ഡിവിഡൻറ്റിന് 3 ഡേറ്റാണുള്ളത്. അനൗൺസ്മെൻറ്റ് ഡേറ്റ്, റെക്കോർഡ് ഡേറ്റ്, ഡിവിഡൻറ്റ് പേ ഔട്ട് ഡേറ്റ്. അനൗൺസ്മെൻറ്റ് ഡേറ്റ് ജസ്റ്റ് പറയുകയാണ്, ഡിവിഡൻറ്റ് അനൗൺസ് ചെയ്തു. റെക്കോർഡ് ഡേറ്റിനാണ് ഈ സ്റ്റോക്ക് നമ്മുടെ കൈവശം വേണ്ടത് ഇൻ ദ സെൻസ് നമ്മൾ 2 ദിവസം മുമ്പ് വാങ്ങണം, അല്ലേ? 2 ഡേയ്സിൽ നമ്മൾ വേണമല്ലോ. പിന്നെ ഇത് പേ ഔട്ട് ഡേറ്റാണ്. പേ ഔട്ട് ഡേറ്റിൽ ആരും നമ്മുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോം നോക്കണ്ട, നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് വരുന്നത്. ഇതാണ് ഡിവിഡൻ്റായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്. IPO ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ വഴി നമുക്ക് IPOയിൽ അപ്ലൈ ചെയ്യാം. ആദ്യമൊക്കെയാണ് നമ്മൾ ഈ ഒരു അപ്സോ എന്ന് പറയുന്ന നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോഴും ഉണ്ട് ആ ഒരു സിസ്റ്റം. പക്ഷേ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗൂഗിൾ പേ എന്നൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈവൻ ഗൂഗിൾ പേയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷനാണ്. അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു മാൻഡേറ്റ് ചോദിക്കും. മാൻഡേറ്റ് അപ്രൂവ് ആവുക, മാൻഡേറ്റ് ലോക്കാവും. കിട്ടിയാൽ പൈസ കട്ടാവും, കിട്ടിയില്ലെങ്കിൽ പൈസ റീഫണ്ട് ആവും. ആരും ബ്രോക്കറിംഗ് സ്ഥാപനത്തിന് വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഇത് UPA ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. ഒന്നല്ലെങ്കിൽ പൈസ നമുക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് കമ്പനി കിട്ടും. അല്ലാതെ പൈസ ഇൻ ബിറ്റ്വീൻ സ്റ്റക്ക് ആവുന്ന സിനാരിയോ ഇല്ല. ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ അങ്ങനെയാണല്ലോ. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആവാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങളിൽ നമ്മൾ അറിവ് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വിശദമായിട്ട് നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റിൽ എത്താം. താങ്ക് യു.